Hi future doctors, welcome to Xylem Learning and welcome once again to the one shot revision series. അപ്പോൾ നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ക്ലാസ് 12th ബോട്ടണിയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചാപ്റ്റർ ആണിത്. ഓൾസോ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. മക്കൾ ഓൾറെഡി GIB ഒക്കെ ഈ ചാപ്റ്റർ പഠിച്ചതാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് ഇന്ന് റിപ്പീറ്റഡ് ആയിട്ട് ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കാം. സോ ഇറ്റ്സ് എ വണ്ടർഫുൾ ചാപ്റ്റർ. നമുക്ക് ഈ ചാപ്റ്ററിലെ ഫുൾ ചാപ്റ്റർ എന്നാണെങ്കിൽ നമുക്ക് ഈ ഷോർട്ട് ടൈമിൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ മാക്സിമം മാം നിങ്ങൾക്ക് ഒരു മൈക്രോസ്പോറോജെൻസിസ്, മെഗാസ്പോറോജെൻസിസ് ഇങ്ങനെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, ആൻഡ് കമ്മിങ് സെഷൻസിൽ നമുക്ക് റെസ്റ്റ് ഓഫ് ദ ചാപ്റ്ററും കൂടി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ നീറ്റ് വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും ഒരു 4 ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഗിവൻ എ പോയിന്റ് ദാറ്റ് ഗിവൻ ദ ഫാക്ട് ദാറ്റ് ഓൾറെഡി നമുക്ക് കുറേ ചാപ്റ്റേഴ്സൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനൊക്കെ ആയിട്ട് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് മോർ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ 4 മൾട്ടിപ്ലൈഡ് ബൈ 4 16 മാർക്സ് ആണ് നമുക്ക് ഈസി ആയിട്ട്. 4 ഞാൻ മിനിമം പറഞ്ഞതാണ് കേട്ടോ, 3 to 4 ആവാം, 4 to 5 ആകാം. ഓക്കെ, നമുക്ക് എന്താണെങ്കിലും ഈസി ആയിട്ട് ഈ ചാപ്റ്ററിന് സ്കോർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പാർട്സ് ഓഫ് ദ ഫ്ലവറിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അതായത് നമുക്കറിയാം നമ്മുടെ NCERT-ലും കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലവറിന് 4 വേൾഡ്സ് ആണുള്ളത്. അപ്പോൾ അതാണ് കാലിക്സ്, കൊറോള, ആൻഡ്രൂഷ്യം, ഗൈനൂഷ്യം. അപ്പോൾ നമ്മൾക്കറിയാം ഫ്ലവർ ഇസ് ദ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, ലൈക്ക് റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്. അപ്പോൾ അതിൽ തന്നെയുള്ള എല്ലാ സ്ട്രക്ചേഴ്സും റീപ്രൊഡക്ഷനെ ഫേവർ ചെയ്യുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് ഫേവർ ചെയ്യുന്നതുമുണ്ട്, ഇൻഡയറക്ട്ലി ഫേവർ ചെയ്തതുമുണ്ട്. അപ്പോൾ 4 വാൾസ് ഓഫ് ദ ഫ്ലവർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്നാമത്തത് നമ്മുടെ കാലിക്സ് ആണ്. കാലിക്സിലുള്ളത് സെപ്പൽസ് അല്ലേ. രണ്ടാമതായിട്ടുള്ളത് കൊറോള കൺസിസ്റ്റ് ഓഫ് ദ ബ്യൂട്ടിഫുള്ളി ബ്രൈറ്റ്ലി കളേർഡ് പെറ്റൽസ്. ആൻഡ് മൂന്നാമതായിട്ടുള്ളതാണ് നമ്മുടെ ആൻഡ്രൂഷ്യം കൺസിസ്റ്റ് ഓഫ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, അവിടെയുള്ളതാണ് സ്റ്റേമൻസ്. പിന്നെ നാലാമത്തെ വോളാണ് ഗൈനൂഷ്യം കൺസിസ്റ്റ് ഓഫ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്, ദാറ്റ് ഈസ് ദ പിസ്റ്റിൽസ് ഓർ ദ കാർപ്പൽസ്. പിസ്റ്റിൽസ് അല്ലെങ്കിൽ കാർപ്പൽസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് 4 വേൾഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ 2 കാലിക്സും കൊറോളയും എന്താണ് നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുമല്ലേ, പെറ്റൽസും സെപ്പൽസും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇൻഡയറക്ട്ലി റീപ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസ് ആണ്, സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഇവർ ആക്സസറി സ്ട്രക്ചേഴ്സ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ. മെയിൻ ആയിട്ടുള്ള റീപ്രൊഡക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് ആൻഡ്രൂഷ്യം, ഗൈനൂഷ്യം, ദ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലാക്കി. സ്ട്രക്ചർ ഓഫ് ദ ഫ്ലവർ മാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ പറയുന്നത് നമ്മുടെ ആൻഡ്രൂഷ്യത്തിനെ കുറിച്ചാണ്. ആൻഡ്രൂഷ്യം കൺസിസ്റ്റ് ഓഫ് സ്റ്റേമൻസ് അല്ലേ, നമുക്കത് അറിയുന്ന കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റിവൈസ് ചെയ്ത് പോവാം അല്ലേ മക്കളെ. യെസ്, സ്റ്റേമൻ ഇതാണ് നമ്മുടെ ഒരു സിംഗിൾ സ്റ്റേമൻ എന്ന് പറയുന്നത്. സ്റ്റേമൻ എന്തുണ്ട്? ഫിലമെൻ്റ് ഉണ്ട്, ലോങ് പാർട്ടായിട്ടുള്ള ഫിലമെൻ്റ് ആണിത്. ആൻഡ് ദെൻ ഇറ്റ് ഹാസ് ദ ടോപ്പ് പാർട്ട് ഈസ് ദി ആന്തർ. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോക്സിമൽ എൻഡ് ഓഫ് ദ ഫിലമെൻറ്റ് ആൻഡ് ഡിസ്റ്റൽ എൻഡ് ഓഫ് ദ ഫിലമെൻറ്റ് അല്ലേ. ഇതാണ് കേട്ടോ ഫിലമെൻറ്റിൻ്റെ പ്രോക്സിമൽ എൻഡ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പ്രോക്സിമൽ എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് അല്ലേ. അതായത് ഫിലമെൻറ്റ് നമ്മുടെ സെപ്പലുമായിട്ടോ അത് കാലിക്സും കൊറോളയായിട്ടൊക്കെ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ പെറ്റൽസുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ് എന്ത്, പ്രോക്സിമൽ എൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ഫാർദസ്റ്റ് പോയിൻ്റ് അതാണ് ഡിസ്റ്റൽ എൻഡ്. അപ്പം അവിടെയാണ് ആൻസർ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്റ്റൽ എൻഡ് അല്ലേ. യെസ്, പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആൻഡ്രൂഷ്യത്തിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൻഡ്രൂഷ്യത്തിൽ സ്റ്റേമൻസ് ഉണ്ട്, കൺസിസ്റ്റ് ഓഫ് ദ സ്റ്റേമൻസ്. സ്റ്റേമന് 2 പാർട്ടാണുള്ളത്, ആന്തർ ആൻഡ് ദ ഫിലമെൻറ്റ്. കറക്റ്റ്, യെസ്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻജിയോസ്പേംസിൽ ആന്തറിൻ്റെ ഒരു പ്രത്യേകതയാണ് ആന്തർ ഈസ് ബൈലോബ്ഡ്. കറക്റ്റ്, 2 ലോബായിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. ആൻഡ് ഓരോ ലോബിൻ്റെ മുകളിൽ കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലൈൻ ഓഫ് സെപ്പറേഷനും കൂടി കാണാം. അതായത് ഓരോ ലോബിനെയും വീണ്ടും 2 തീക്കയായിട്ട് തിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈച്ച് ലോബ് ഈസ് ഡൈഥീക്കസ്. കറക്റ്റ്, യെസ്. 2 ലോബായിട്ട് തിരിച്ചിരിക്കുന്നു, ഓരോ ലോബിനെയും വീണ്ടും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അതിനെയാണ് നമ്മൾ തീക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫുൾ ആന്തർ നോക്കുകയാണെങ്കിൽ അതിന് എന്തുണ്ടാകും? 4 തീക്ക ഉണ്ടാവും അല്ലേ. യെസ്, അതുകൊണ്ട് നമ്മളൊരു ക്രോസ് സെക്ഷൻ എടുക്കുമ്പം അത് നമുക്ക് ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ പോലത്തെ ഒരു സ്ട്രക്ചർ കിട്ടും. ഇതിന് നമ്മൾ പറയുന്നതാണ് ടെട്രാസ്പൊറാൻജിയേറ്റ് അല്ലെങ്കിൽ ടെട്രാഗോണൽ
isn't it? അതും ആന്തറിൻ്റെ മറ്റൊരു പ്രത്യേകതയാണല്ലേ. ടെട്രാ സ്പൊറാൻജിയേറ്റ് അല്ലെങ്കിൽ ടെട്രാഗോണൽ എന്ന് പറയും. ടെട്രാസ്പൊറാൻജിയേറ്റ് അല്ലെങ്കിൽ ടെട്രാഗോണൽ സ്ട്രക്ചർ എന്ന് പറയും. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. യെസ്, അതായത് നമുക്ക് 4 പോളൻ സാക്സ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി പറ്റും. ആൻസറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? പോളൻ ഗ്രെയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ. പോളൻ സാക്കിനെ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുക, മൈക്രോസ്പോറോജെൻസിസ് നടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൈക്രോസ്പോറോജെൻസിസ് നടക്കും, നമുക്ക് പോളൻ ഗ്രെയിൻസ് കിട്ടും. അങ്ങനെ പോളൻ ഗ്രെയിൻസ് റെഡി ആയി കഴിയുമ്പോൾ ആൻതർ ബ്രേക്ക് ഓപ്പൺ ചെയ്തിട്ട് പോളൻ ഗ്രെയിൻസിനെ പുറത്തേക്ക് റിലീസ് ചെയ്യും. അതിന് ഫോം ചെയ്യുന്ന ഈ ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈൻ ഓഫ് ഡെഹിസൻസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ലൈൻ ഓഫ് ഡെഹിസൻസ്? നമ്മുടെ ആൻതർ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ആൻതറിസ് ബൈലോബ്ഡ് അല്ലേ, ബൈലോബ്ഡ് ആണ്. ഓരോന്നിൻ്റെ മുകളിൽ കൂടി വീണ്ടും ഒരു സെപ്പറേഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ വീണ്ടും അതിനെ തീക്കയായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻതർ മെച്ചുർ ആകുമ്പം ഈ തീക്ക ശരിക്കും ബ്രേക്ക് ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. അതിൽ കൂടിയാണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ആ ലൈനിന് നമ്മൾ പറയുന്ന പേരാണ് ലൈൻ ഓഫ് ഡെഹിസൻസ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. പിന്നെ നമുക്കറിയാം ഇതിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ടെട്രാഗോണൽ സ്ട്രക്ചറിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ടെട്രാസ്പൊറാൻജിയേറ്റ് 4 മൈക്രോസ്പൊറാൻജിയം, അതായത് 4 പോളൻ സാക്ക് ഓരോ കോർണറിൽ ഇരിക്കുന്ന കാണാം. അതുപോലെ ഇങ്ങോട്ടേക്കുള്ള ന്യൂട്രിയൻസ് എത്തിക്കാനായിട്ട് ഒരു കണക്റ്റീവ് ഉണ്ട് അല്ലേ, വാസ്കുലർ ബണ്ടിലിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഓരോ പോളൻ സാക്കിനും പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഉണ്ട്. 4 പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ആണ് ഉള്ളത്. ആദ്യത്തെ 3 ലെയേഴ്സ് ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയേഴ്സ് ആണ് ആദ്യത്തെ 3 ലെയേഴ്സ്. അവരുടെ ഫങ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഹിസൻസ് ഓഫ് ആൻതർ അല്ലേ. അതായത് ഈ പോളൻ സാക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നല്ലപോലെ എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്ലസ് ആൻതർ മെച്ചുറായി കഴിയുമ്പോൾ ബ്രേക്ക് ഓപ്പൺ ചെയ്യണം. അതെങ്ങനെയാണ് ബ്രേക്ക് ഓപ്പൺ ചെയ്യുക? നമ്മുടെ എൻഡോതീഷ്യം എന്ന് പറയുന്ന ലെയർ കണ്ടോ? അപ്പോൾ ഈ ആൻതർ നല്ലപോലെ മെച്ചുറായി കഴിയുമ്പോൾ പോളൻ സാക്കിൽ, അതായത് ഈ മൈക്രോസ്പോറോജൻസിസ് ഒക്കെ നടന്ന് എല്ലാം റെഡി ആയി കഴിയുമ്പോഴേക്കും ഈ എൻഡോതീഷ്യം അതായത് എപ്പിഡെർമിസും മിഡിൽ ലെയേഴ്സും ഒക്കെ ചുരുങ്ങും. ഉണങ്ങി ചുരുങ്ങി അത് എൻഡോതീഷ്യത്തിലേക്ക് മാറും. അപ്പം എൻഡോതീഷ്യം എന്ത് ഫോം ചെയ്യും? ഒരു ഫൈബ്രസ് തിക്കനിങ് ഫോം ചെയ്യും. ആ ഫൈബ്രസ് തിക്കനിങ് ആണ് നമുക്ക് ഈ ലൈൻ ഓഫ് ഡെഹിസൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈൻ ഓഫ് ഡെഹിസൻസ് അല്ല, അത് ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പുറത്തേക്ക് പോളൻ ഗ്രെയിൻസിനെ വിടണ്ടേ, ഉള്ളിൽ എന്തുണ്ട്? നമ്മുടെ മൈക്രോസ്പോറാൻജിയം ഉണ്ട് അല്ലേ, അതായത് നമ്മുടെ പോളൻ സാക്ക് ഉണ്ട്. പോളൻ സാക്കിൻ്റെ വോളും പൊട്ടണം, എന്നാലേ ഈ ലൈൻ ഓഫ് ഡെഹിസൻസിൽ കൂടി പോളൻ ഗ്രെയിൻസിന് പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ എൻഡോതീഷ്യമാണ്. അതിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള പ്രൊട്ടക്റ്റീവ് ലെയറാണ്, 4ാമത്തെ പ്രൊട്ടക്റ്റീവ് ലെയറാണ് ടെപ്പീറ്റൽ ലെയർ. ടെപ്പീറ്റൽ ലെയറിൻ്റെ കുറേ പ്രത്യേകതകളുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. മെയിൻ ഫംഗ്ഷൻ ആണ് ടു നോറിഷ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ അല്ലേ. അതുപോലെ തന്നെ പോളൻ ഗ്രെയിനിൻ്റെ സ്ട്രക്ചർ ഫോം ചെയ്യാനായിട്ട് ഇവർക്ക് യൂബിഷ് ബോഡീസ് അല്ലെങ്കിൽ യൂബിഷ് ഗ്രാന്യൂൾസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് ടെപ്പീറ്റൽ സെൽസിന്. അവർ ബൈന്യൂക്ലിയേറ്റ് അല്ലെങ്കിൽ മൾട്ടി ന്യൂക്ലിയേറ്റ് സെൽസ് ആണ്. അവർക്ക് നല്ല ഡെൻസ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഉണ്ട്. ഓൾസോ ദേ ഹാവ് യൂബിഷ് ബോഡീസ് ഓർ യൂബിഷ് ഗ്രാന്യൂൾസ്. അതെന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? നമ്മുടെ പോളൻ ഗ്രെയിനിൻ്റെ സ്പോറോപോളനിൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ അതുപോലെ തന്നെ ഇവർക്ക് വേറൊരിതുണ്ട്, ഇവർക്ക് ഹോർമോൺസും എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് കാലേസ് എൻസൈം. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? നമ്മുടെ ടെപ്പീറ്റൽ സെൽസ് ഓഫ് ദ ടെപ്പീറ്റം അല്ലേ. ടെപ്പീറ്റൽ സെൽസിൻ്റെ പ്രത്യേകത എന്താണ്? ഇവർ കാലേസ് എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. മൈക്രോസ്പോറോജെൻസിസിൻ്റെ സമയത്ത് കാലോസ് വാൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഇവർക്ക് യൂബിഷ് ഗ്രാന്യൂൾസ് ഉണ്ട് അല്ലെങ്കിൽ യൂബിഷ് ബോഡീസ് ഉണ്ട്. അത് സ്പോറോപോളനിൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇവരുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് കേട്ടോ, ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഐ ഹോപ്പ് ഇതുവരെ എല്ലാം ക്ലിയർ ആയില്ലേ? യെസ്, ഓക്കെ. പിന്നെ എന്താ നമുക്ക് പഠിക്കാനുള്ളത്? പിന്നെ നമ്മൾ പഠിക്കുന്നത് പിന്നെ എന്താ പറയുക, അത് ഇവിടെ നമുക്ക് ഇമേജിലൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് മെച്ചുറായി കഴിയുമ്പോൾ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്ത് പുറത്തേക്ക് വരുന്നു. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് മൈക്രോസ്പോറോജെനസിസ് ആണ്. അപ്പം ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് മിസ് പറയുന്നില്ല, ജസ്റ്റ് നമുക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകാം. മൈക്രോസ്പോറോജെനസിസിൽ എന്താ, നമ്മുടെ ഈ പ്രൊട്ടക്റ്റഡ് ആയിട്ടൊക്കെ ഇരുന്ന നമ്മുടെ സ്പോറോജീനസ് സെല്ലിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? നമ്മുടെ മൈക്രോസ്പോർ മദർ സെല്ല് ഫോം ചെയ്യും അല്ലേ. സ്പോറോജീനസ് ടിഷ്യൂ എന്തായിട്ട് മാറും? അതായത് കുറേ സെൽസ് ഉണ്ടായിരുന്നു, സ്പോറോജിനസ് ടിഷ്യൂവിൻ്റെ അകത്ത്. കറക്റ്റ്, യെസ്. അവരിൽ
ഒരാൾ എന്തായിട്ട് മാറി? നമ്മുടെ മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെൽ ആയിട്ട് മാറി. ഇനി അവർ എന്ത് നടത്തും? മിയോസിസ് നടത്താൻ വേണ്ടി പോവാണ്. മിയോസിസ് 1, മിയോസിസിന് 2 പാർട്ട് ഉണ്ടല്ലോ, മിയോസിസ് 1ഉം മിയോസിസ് 2ഉം. മിയോസിസ് 1 കഴിയുമ്പോൾ നമുക്ക് 2 ഹാപ്ലോയിഡ് സെൽസിനെ കിട്ടും. കാരണം ഇവരൊക്കെ ഡിപ്ലോയിഡ് സെൽസ് ആണ് അല്ലേ. മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെൽ എന്നൊക്കെ പറയുന്നത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലാണ്. 2 ഹാപ്ലോയിഡ് സെൽസിനെ കിട്ടും. ഇതിന് നമ്മൾ പറയുന്ന പേര് മൈക്രോസ്പോർ ഡയഡ്, ഇസ്ന്റ് ഇറ്റ്? അതിനുശേഷം നമ്മൾ മിയോസിസ് 2 നടത്തും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 2 3 4, കറക്റ്റ്. ഇതിനെ നമ്മൾ എന്താ പറയുക? 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകൾ സെല്ലുകൾ നമുക്ക് കിട്ടും. മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് നമ്മൾ വിളിക്കും. ഇസ്ന്റ് ഇറ്റ് വിച്ച് ഡോക്ടേഴ്സ്? യെസ്. പക്ഷെ ഇവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇവരുടെ ചുറ്റിനും ഒരു വോൾ ഉണ്ട്. എന്ത്? കാലോസ് വോൾ അല്ലേ. മൈക്രോസ്പോർ ടെട്രാഡിന് ഇതാ ഈ കാലോസ് വോൾ ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഈ കാലോസ് വോളിനെ ആര് വന്ന് ബ്രേക്ക് ചെയ്യും? നമ്മുടെ ടെപ്പീറ്റൽ സെൽസ് റിലീസ് ചെയ്യുന്ന കാലേസ് എൻസൈം വന്നിട്ട് അതിനെ റിമൂവ് ചെയ്യും. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ നമ്മുടെ ഓരോ മൈക്രോസ്പോറും എന്താകും? ഫ്രീ ആകും. ഇസ്ന്റ് ഇറ്റ്? ഫ്രീ ആകും. ഓരോ ഹാപ്ലോയിഡ് മൈക്രോസ്പോർ ആകും. ഇനി ഓരോരുത്തരും എന്ത് നടത്താൻ പോവുകയാണ്? അതാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. മൈറ്റോസിസ് നടത്തും. ഇസ്ന്റ് ഇറ്റ്? ഓരോരുത്തരും ഇവിടെ നിന്നുള്ള കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മൈറ്റോസിസ് നടത്തും. പക്ഷെ ഇവിടെ നടക്കുന്നത് മൈറ്റോസിസ്, അതായത് അസിമെട്രിക് മൈറ്റോസിസ് ആണ്. ഈക്വൽ ഡിവിഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ അല്ല ഇവിടെ നടക്കുന്നത് അല്ലേ. യെസ്, എല്ലാ സെല്ലുലാർ കോൺസ്റ്റിറ്റ്യുവൻസും ജനറ്റിക് മെറ്റീരിയൽ ഒന്നും ഈക്വലി അല്ല ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൈറ്റോട്ടിക് ഡിവിഷനിൽ എന്താ സംഭവിക്കുന്നത്? അസിമെട്രിക് മൈറ്റോസിസ് ആണ്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 മൈറ്റോസിസ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ചെറിയൊരു ജനറേറ്റീവ് സെല്ലും പോലെ നമുക്ക് കിട്ടും. ഓക്കെ, മൈറ്റോസിസ് 1. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോളൻ ഗ്രെയിൻ നമുക്കറിയാം നമുക്ക് 2 മെയിൽ ഗാമേറ്റിനെ തരണം അല്ലേ. കാരണം എന്താ? ആൻജിയോസ്പെർമ്സിലെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പോൾ നമുക്കൊരു ലാർജ് രണ്ടാമത്തെ മൈറ്റോസിസും കൂടി ഇവിടെ നടക്കും അല്ലേ. മൈറ്റോസിസ് 2ഉം കൂടി ഇവിടെ നടക്കും. ഒരു ലാർജ് വെജിറ്റേറ്റീവ് സെൽ വിത്ത് ലാർജ് ന്യൂക്ലിയസ്, അതിൻ്റെ സൈറ്റോപ്ലാസ്റ്റിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ചെറിയ ജനറേറ്റീവ് സെൽ വിത്ത് 2 ന്യൂക്ലിയസസ് നമുക്ക് കിട്ടും. 2 മൈറ്റോസിസ് നടന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഈ ലാർജ് സെൽ വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം ലാർജ് ന്യൂക്ലിയസ്, ഇതാണ് നമ്മുടെ വെജിറ്റേറ്റീവ് സെല്ല്, അതിൻ്റെ ന്യൂക്ലിയസ്. ഇത് നമ്മുടെ 2 ജനറേറ്റീവ് സെല്ല്, അതിൻ്റെ ന്യൂക്ലിയസ്. ഇതിൻ്റെ 2ഉം ഹാപ്ലോയിഡ് ആണ് കേട്ടോ. ഇതും ഹാപ്ലോയിഡ്, ഇതും ഹാപ്ലോയിഡ്, ഇതും ഹാപ്ലോയിഡ്, ഇതും ഹാപ്ലോയിഡ്. പോളൻ ഗ്രെയിൻ ഇങ്ങനെയാണ് ഫോം ചെയ്തതിന് ശേഷമാണ് പോളൻ ഗ്രെയിൻ്റെ പുറത്തുള്ള ലെയേഴ്സൊക്കെ ഫോം ചെയ്തത് മെച്യൂർ ആകുന്നത്. അപ്പോൾ പോളൻ ഗ്രെയിൻ്റെ ഈ സ്റ്റേജിനെ നമ്മൾ എന്താ പറയുക? 2 സെൽഡ് സ്റ്റേജ് ഓഫ് ദ പോളൻ ഗ്രെയിൻ എന്ന് പറയും. ഇതാണോ 2 സെൽ സ്റ്റേജ്? ഇത് 3 സെൽ സ്റ്റേജ് ആണ് അല്ലേ. കാരണം 2 മൈറ്റോസിസ് നടന്നില്ലേ. അപ്പോൾ ഈ സ്റ്റേജിനെ നമ്മൾ എന്ത് പറയും? നമുക്ക് വെറും ഒരു വെജിറ്റേറ്റീവും ഒരു ജനറേറ്റീവും മാത്രമുള്ള ഒരു ഇതിൽ, കാരണം രണ്ടാമത്തെ മൈറ്റോസിസ് നടക്കുമ്പം ജനറേറ്റീവ് സെല്ലാണ് കേട്ടോ ഒന്നും കൂടി ഡിവൈഡ് ചെയ്യുന്നത്. വെജിറ്റേറ്റീവ് സെല്ലിനൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയാണ് നമുക്ക് 3 സെൽഡ് സ്റ്റേജ് കിട്ടുന്നത് കേട്ടോ. ജനറേറ്റീവ് സെല്ല് മാത്രമാണ് ജനറേറ്റീവ് സെല്ലിന് മാത്രമാണ് മൈറ്റോസിസ് 2 ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ആദ്യത്തെ മൈറ്റോസിസിൽ നമുക്ക് 2 സെല്ല് കിട്ടും, ഒരു വെജിറ്റേറ്റീവും ഒരു ജനറേറ്റീവും. അപ്പോൾ ഈ സ്റ്റേജിനെയാണ് നമ്മൾ 2 സെൽ സ്റ്റേജ് ഓഫ് ദ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോസ്പോറോജെനസിസ്, നമ്മൾ പഠിച്ച കാര്യമാണ്. പിന്നെ നമുക്കിതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മെച്യൂർ ആയിട്ടുള്ള നമ്മുടെ പോളൻ ഗ്രെയിനെ കിട്ടും. പോളൻ ഗ്രെയിൻ്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം, അതിനൊരു ഔട്ടർ എക്സൈൻ ഉണ്ട് അല്ലേ. അതായത് ഔട്ടർ പാർട്ട് നമ്മൾ പറയുന്ന പേരാണ് എക്സൈൻ. എക്സൈനിൽ ഇത് കൂടാതെ സ്പോറോപോളിൻ എന്ന് പറയുന്ന ഏറ്റവും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. അത് കൂടാതെ ജേം പോർസ് എന്ന് പറയുന്ന ഏരിയാസും കൂടെ ഉണ്ട്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോറോപോളിൻ, ഇതാണ് നമ്മുടെ ജേം പോർ. ഇസ്ന്റ് ഇറ്റ്? ഇത് രണ്ടും കൂടി ചേരുന്നതാണ് പോളൻ ഗ്രെയിനിൻ്റെ എക്സൈൻ. ഈ ജേം പോർ എന്തിനാണ് ഉള്ളത്? സ്പോറോപോളിൻ ഇസ് ദ മോസ്റ്റ് റെസിസ്റ്റൻറ്റ് ഓർഗാനിക് മെറ്റീരിയൽ. പോളൻ ഗ്രെയിനെ ഏത് എൻവറോൺമെൻറ്റിൽ സർവൈവ് ചെയ്യാനും ഹൈ ആസിഡ് കണ്ടീഷനിലും എല്ലാത്തിലും സർവൈവ് ചെയ്യാനും ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലസ് അതിന് നല്ല എന്ത് കൊടുക്കുന്നുണ്ട്? പ്രൊട്ടക്ഷനും ഇതും വയബിലിറ്റി ഒക്കെ കൊടുക്കുന്നത് ഈ സ്പോറോപോളിനാണ്. ജേം പോർ എന്തിനാണ്? ഈ സ്പോറോപോളിൻ ആബ്സെൻ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് ജേം പോർ ഉള്ളത്. ഈ നമ്മൾ പോളൻ ജെർമിനേഷൻ്റെ സമയത്ത് പോളൻ ട്യൂബ് ഫോം ചെയ്യണ്ടേ. അപ്പോൾ വെജിറ്റേറ്റീവ് സെല്ലിലെ കാര്യങ്ങളൊക്കെ കൂടിയാണ് പോളൻ ട്യൂബ് ഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഈ ജേം പോർ ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ
അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും ഇൻറ്റൈൻ എന്ന് പറയുന്ന ലെയർ ഉണ്ട് അല്ലേ. ഇൻറ്റൈനിൽ എന്തൊക്കെയുണ്ട്? ഒരു പെക്ടോ സെല്ലുലോയിസ്റ്റിക് വാളാണ്, അതായത് സെല്ലുലോസും പെക്റ്റിനും കൂടെയുള്ള ഒരു സെൽ വാളാണ് അതിൻ്റെ ഇൻറ്റൈനിലുള്ളത്. അതുകൂടാതെ ഇവർക്കൊരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. കറക്റ്റ്, യെസ്. അതിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? നമ്മുടെ ലാർജ് വെജിറ്റേറ്റീവ് സെൽ അല്ലേ, ആൻഡ് അതിൻ്റെ ലാർജ് ന്യൂക്ലിയസ്. ഈ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ന്യൂക്ലിയസിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരും കൂടിയാണ് ട്യൂബ് ന്യൂക്ലിയസ്. ഓക്കെ, കാരണം എന്താ? പോളൻ ട്യൂബ് ഫോം ചെയ്യലാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ. പിന്നെ നമ്മുടെ ചെറിയ ജനറേറ്റീവ് സെൽ, സ്പിൻഡിൽ ഷേപ്പിലുള്ള ചെറിയൊരു സെല്ലും അവരുടെ 2 ന്യൂക്ലിയസും. അപ്പം നമ്മുടെ ജനറേറ്റീവ് സെല്ലിൻ്റെ ന്യൂക്ലിയസ് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുക? മെയിൽ ഗാമേറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. ജനറേറ്റീവ് ന്യൂക്ലിയസ്, ഇത് നമ്മുടെ വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ്, അല്ലെങ്കിൽ അതിന് പറയുന്നത് ട്യൂബ് ന്യൂക്ലിയസ് എന്നും കൂടി പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിനിൻ്റെ കുറേ ആപ്ലിക്കേഷൻസ്, എക്കണോമിക് ഇമ്പോർട്ടൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് നമ്മൾ പഠിക്കുന്നുണ്ട് പോളൻ ടാബ്ലറ്റ്സ് അല്ലേ, പോളൻ ടാബ്ലറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ബി പോളനൊക്കെ അത്ലറ്റ്സും റേസ് ഹോഴ്സസിനും ഒക്കെ കൊടുക്കാറുണ്ട് ഇവരുടെ സ്റ്റാമിനയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന വേറൊരു കാര്യമാണ് ഇവിടെ പോളൻ അലർജീസ് ചിലരിൽ ഉണ്ടാക്കും അല്ലേ. പോളൻ അലർജീസ് ചിലർക്ക് ഉണ്ടാകും, ആസ്മയും ബ്രോങ്കൈറ്റിസും പോലെ അലർജീസ് ഉണ്ടാകും. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നത് പാർത്തേനിയത്തിൻ്റെ കാര്യം. ഓക്കെ, ഓർക്കുന്നില്ലേ? യെസ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ പോളൻ ഗ്രെയിനെ കുറിച്ച് പഠിച്ചത്. പിന്നെ പോളൻ ഗ്രെയിൻ്റെ വയബിലിറ്റിനെ കുറിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. പോളൻ ഗ്രെയിനെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. ലിക്വിഡ് നൈട്രജനിൽ പോളൻ ബാങ്ക്സിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി പറ്റും. സീഡ് പ്രിസർവ് ചെയ്യുന്ന പോലെ അത് നമുക്കറിയാം അല്ലേ, ക്രയോ പ്രിസർവേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ചില സീരിയൽസ്, അതായത് ധാന്യങ്ങൾ, റൈസും വീറ്റും, അരിക്കും ഗോതമ്പിനും ഒക്കെ പോളൻ ഗ്രെയിൻ്റെ വയബിലിറ്റി വെറും 30 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ ആഫ്റ്റർ റിലീസ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എന്ത് നടക്കണം? പോളിനേഷൻ നടക്കണം. ഇസ്ന്റ് ഇറ്റ്? യെസ്, അതായത് സോറി, ഇമ്മീഡിയറ്റ്ലി ഫെർട്ടിലൈസേഷൻ നടക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വയബിലിറ്റി പോകും. പക്ഷേ ചില റോസേസിയെ, ലെഗ്യൂമിനോസെ, സോളനേസിയെ മെമ്പേഴ്സിനൊക്കെ കുറേ മാസങ്ങളേക്ക് വയബിളായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, യെസ്. അപ്പം പിന്നെ നമുക്ക് പോളൻ ഗ്രെയിൻസിനെ സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് മെയിനായിട്ട് പഠിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മൾ പോകുന്നത് ഫീമെയിൽ പാർട്ടിലേക്കാണ്. അപ്പം മാം പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. നമ്മൾ ജസ്റ്റ് ക്വിക്ക്ലി നമ്മുടെ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്ത് നമ്മൾ പോവാണ് കേട്ടോ. യെസ്, ഒരുപാട് ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ഗൈനൂഷ്യം എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പിസ്റ്റിൽസ് ഓർ കാർപ്പൽ അല്ലേ, ഇൻഡിവിജ്വൽ യൂണിറ്റ്സിന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഗൈനൂഷ്യം നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ പിസ്റ്റിലാകാം, അല്ലെങ്കിൽ മെനി പിസ്റ്റിലാകാം. അതായത് ഇവിടെ പറയുന്നത് സിംഗിൾ പിസ്റ്റിലാണെങ്കിൽ ആ കണ്ടീഷൻ എന്താ നമ്മൾ പറയുക? മോണോ കാർപ്പിലറി എന്നാണ് പറയുക. മോണോ കാർപ്പിലറി, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. മോണോ കാർപ്പിലറി കണ്ടീഷൻ എന്നാണ് പറയുക. ഈ മോണോ കാർപ്പിലറി കണ്ടീഷൻ നമുക്ക് പല ഫ്ലവേഴ്സിലും കാണാൻ വേണ്ടി പറ്റും. മെനി പിസ്റ്റിൽസ് ആണെങ്കിൽ നമ്മളതിനെ മൾട്ടി കാർപ്പിലറി എന്നാണ് പറയുക. ഇനി മൾട്ടി കാർപ്പിലറി തന്നെ 2 തരമുണ്ട്. ഇവർ ഫ്രീ ആയിട്ടിരിക്കാം, അതായത് ഓരോ കാർപ്പിലും ഒറ്റയ്ക്ക് ഇരിക്കാം, നമ്മുടെ ചെമ്പകയിൽ കാണുന്നത് പോലെ അല്ലേ. മൾട്ടി കാർപ്പിലറി, അപ്പം അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? അപ്പോ കാർപ്പസ് കണ്ടീഷൻ എന്ന് പറയും. ഇസ്ന്റ് ഇറ്റ്? മൾട്ടി കാർപ്പിലറി അപ്പോ കാർപ്പസ് എന്ന് പറഞ്ഞാൽ ഓരോ പിസ്റ്റിലും ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഇസ്ന്റ് ഇറ്റ്? സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നു, ഫ്യൂസ് ചെയ്തിട്ടില്ല. മൈഷീലിയ ചമ്പക്കയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മളിവിടെ പഠിക്കുന്നത്. ചമ്പക്ക, കറക്റ്റ്. യെസ്. പിന്നെ അല്ലെങ്കിൽ മൾട്ടി കാർപ്പിലറി ഫ്യൂസ് ചെയ്തിട്ടും ഇരിക്കാം. ഇസ്ന്റ് ഇറ്റ്? ആ കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് സിൻകാർപ്പസ് കണ്ടീഷൻ. സിൻകാർപ്പസ് എന്ന് പറഞ്ഞാൽ പിസ്റ്റിൽസ് എല്ലാം കൂടി ഫ്യൂസ് ചെയ്തിട്ടിരിക്കുന്നു. ഓവറിയുടെ അവിടെ ഫ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പ് പാർട്ടിലും ഫ്യൂസ് ചെയ്യാം. ഇസ്ന്റ് ഇറ്റ്? ഇതിൻ്റെ എക്സാമ്പിൾ നമ്മൾ കാണുന്ന ഏതാണ്? സിൻകാർപ്പസ് ഓവറിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഏതിലാണ്? പപ്പവേർ അല്ലെങ്കിൽ നമ്മുടെ പോപ്പി പ്ലാന്റ് എന്ന് പറയും. ഇസ്ന്റ് ഇറ്റ്? ഇനി പിന്നെ നമ്മുടെ ഹൈബിസ്കസിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈബിസ്കസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ. യെസ്, ഇവിടെ ഇവരുടെ എന്താ പറയുക, എല്ലാം ഫ്യൂസ്ഡ് ആണ്. സ്റ്റൈലും ഓവറിയും എല്ലാം ഫ്യൂസ് ചെയ്ത് സിൻകാർപ്പസ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ മുകളിലേക്ക് പോകുമ്പോൾ നോക്കിക്കേ, ഇവരുടെ സ്റ്റിഗ്മയുടെ പാർട്ട്, ടോപ്പ് പാർട്ട് മാത്രം എന്താ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നു. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക? എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 1 2 3 4 5 ഹൈബിസ്കസിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ? പെൻറ്റാമെറസ്. ഇസ്ന്റ് ഇറ്റ്? യെസ്. ഓക്കെ. അല്ലെങ്കിൽ പെൻറ്റാ കാർപ്പിലറി, അങ്ങനെ നമുക്ക് പറയാം.
ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. യെസ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. പിന്നെ നമുക്കിവിടെ പഠിക്കാനുള്ളത്, അപ്പം അതാണ് നമ്മുടെ ഫീമെയിൽ പാർട്ടിൻ്റെ പ്രത്യേകതകൾ. പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പലിൻ്റെ സ്ട്രക്ചർ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി അല്ലേ, ഇങ്ങനെയാണ് ഒരു സിംഗിൾ യൂണിറ്റ് ഉണ്ടാവുക. ഇതാണ് സ്റ്റിഗ്മ, ഇതാണ് സ്റ്റൈൽ അല്ലേ. പോളൻ ട്യൂബൊക്കെ ഇങ്ങനെ ഫോം ചെയ്ത് താഴേക്ക് എത്താനുള്ള സ്ട്രക്ചർ. ആൻഡ് അതിൻ്റെ ഉള്ളിലുള്ളത് നമ്മുടെ ഓവറി, ഇസൻറ്റ് ഇറ്റ്? ഓവറിയുടെ ഉള്ളിൽ ഒവേറിയൻ ക്യാവിറ്റി ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ലോക്യൂൾ. ലോക്യൂളിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പ്ലാസെൻറ്റ ഇരിക്കാൻ വേണ്ടി പോകുന്നത്. പ്ലാസെൻറ്റയിലാണ് ആരുള്ളത്? ഓവ്യൂള് അറ്റാച്ച് ചെയ്യുന്നത്. ഇത് പ്ലാസെൻറ്റ, ഇതാണ് നമ്മുടെ ഓവ്യൂൾ, ഇസൻറ്റ് ഇറ്റ്? ഓവ്യൂളിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? എംബ്രിയോ സാക്ക് ഉണ്ട് അല്ലേ. നമ്മുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് ഇരിക്കുന്നത് എവിടെയാണ്? ഓവ്യൂളിൻ്റെ ഉള്ളിലാണ്. ഇസൻറ്റ് ഇറ്റ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്? ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അപ്പോൾ സിംഗിൾ ആകാം, മോണോകാർപ്പിലറി ആകാം, അല്ലെങ്കിൽ മൾട്ടി കാർപ്പിലറി ആവാം. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. യെസ്, ഓക്കെ. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഒവ്യൂളിൻ്റെ സ്ട്രക്ചറാണ്. പല ടൈപ്പ് ഓഫ് ഒവ്യൂൾസ് ഉണ്ട്. ഓർത്തോട്രോഫസ്, അനാട്രോഫസ്, ഹെമി അനാട്രോഫസ്, ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരുന്നു. അപ്പം ഒവ്യൂളിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? മെഗാസ്പൊറാഞ്ചിയം. അത് പോളൻ സാക്കിൻ്റെ മറ്റൊരു പേരാണ് മൈക്രോസ്പൊറാഞ്ചിയം. ഒവ്യൂളിൻ്റെ മറ്റൊരു പേരാണ് മെഗാസ്പൊറാഞ്ചിയം. അത് ദാ ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുക നമ്മുടെ ഇവരുമായിട്ട്, ഇങ്ങനെയാണ് ഉണ്ടാവുക. നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്പോസിറ്റ് ഡയഗ്രാണ്, ഇത് ഓർത്ത് കൺഫ്യൂസ്ഡ് ആവണ്ട കേട്ടോ. ഇങ്ങനെ നോക്കുക. പ്ലാസെൻറ്റേനെ ഓവ്യൂളുമായിട്ട് അറ്റാച്ച് ചെയ്യിപ്പിക്കുന്ന ആ ഒരു ട്യൂബിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. ഫ്യൂണിക്കിളിൻ്റെ ഉള്ളിൽ ഒരു വാസ്കുലർ കണക്ഷൻ ഉണ്ട് കേട്ടോ. ഒരു റിഡ്ജ് പോലത്തെ സ്ട്രക്ചർ ഉണ്ട്. അതിന് നമ്മൾ എന്ത് പറയും? റാഫേ എന്ന് പറയും. ഓക്കെ, റാഫേ. അതായത് ഈ ഓവ്യൂളും പ്ലാന്റിൻ്റെ ഒരു ഗ്രോയിങ് പാർട്ടാണല്ലോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് ന്യൂട്രിയൻസും ഇതൊക്കെ എത്തണ്ടേ അല്ലേ, ഫുഡും വാട്ടറും ഒക്കെ എത്തണ്ടേ. അപ്പോൾ വാസ്കുലർ സ്ട്രാൻഡായിട്ട് നമുക്ക് റാഫേ ഉണ്ട്. പിന്നെ ഒവ്യൂളിൻ്റെ ക്ലോസ്ഡ് എൻഡ് നമ്മൾ പറയുന്ന പേരാണ് ചലാസ. ഒവ്യൂളിൻ്റെ ഓപ്പൺ എൻഡാണ് മൈക്രോപൈൽ. ഇതൊക്കെ മാമിൻ്റെ കൂടെ തന്നെ റിവൈസ് ചെയ്ത് പോവാം കേട്ടോ. ഇപ്പം തന്നെ റിവൈസ് ചെയ്ത് പോവുക. പിന്നെ നമുക്കൊരു കൺഫ്യൂഷനും വരണ്ട. യെസ്, പിന്നെ പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ ലെയർ ഉണ്ട്, ഇന്നർ ലെയർ ഉണ്ട്. ഈ പ്രൊട്ടക്റ്റീവ് ലെയേഴ്സിന് നമ്മൾ പറയുന്നത് ഇൻടെഗ്യുമെൻസ് എന്നാണ്. അതുകൂടാതെ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഇവരാണ് നമ്മുടെ മെഗാസ്പോർ മദർ സെല്ലിനെ ഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ന്യൂസെല്ലസ്. എന്താണ്? ന്യൂസെല്ലസ് ഉണ്ട്. അതുപോലെ തന്നെ മൈക്രോപൈലർ എൻഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെഗാസ്പോറോജെനസിസ് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ എംബ്രിയോ സാക്ക് നമുക്ക് കിട്ടും. കറക്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഓവ്യൂളിൻ്റെ സ്ട്രക്ചറൽ സ്പെഷ്യാലിറ്റീസ്. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ജസ്റ്റ് മാം ഒന്നും കൂടി തന്നേ ഉള്ളൂ. അതേ കാര്യം തന്നെയാണ് ഇതാ ഇവിടെയും കൊടുത്തിരിക്കുന്നത് കേട്ടോ. യെസ്, ഓക്കെ. ദെൻ ഇഫ് യു സി, നമുക്കിനി പഠിക്കാനുള്ളത് മെഗാസ്പോറോജെനസിസ് ആണ്. ഐ ഹോപ്പ് ഇതുവരെ മിസ് പറഞ്ഞതൊക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഒവ്യൂളിൻ്റെ ഉള്ളിൽ ന്യൂസെല്ലസ് ഉണ്ട് അല്ലേ. ആ ന്യൂസെല്ലസിലെ സെൽസിലെ ഒരു സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്തായി മാറും? മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറും. ഡിപ്ലോയിഡ് സെല്ലാണ്. ആ സെല്ല് മിയോസിസ് നടത്തും. മറ്റേ മൈക്രോസ്പോറോജെനസിസിൽ കണ്ട പോലെ തന്നെ മിയോസിസ് 1 കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈക്രോസ്പോർ ഡയഡ് കിട്ടും. ഇസൻറ്റ് ഇറ്റ്? 2 സെല്ല് കിട്ടും. മൈക്രോസ്പോർ ഡയഡ് കിട്ടും. അത് കഴിഞ്ഞ് മിയോസിസ് 2 നടക്കും. ഇസൻറ്റ് ഇറ്റ്? മിയോസിസ് 2 നടക്കുമ്പോൾ നമുക്ക് 4 പേരെ കിട്ടും. 1 2 3 4. ഇസൻറ്റ് ഇറ്റ്? അതിന് നമ്മൾ പറയുന്നതാണ് മൈക്രോസ്പോർ ടെട്രഡ്. എന്നിട്ട് നമുക്കറിയാം ഇതിൽ 3 പേര് എന്താകും? ഡീജനറേറ്റ് ചെയ്യും. ഒരാൾ മാത്രം എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യും? ഫങ്ഷണൽ മെഗാസ്പോർ. ഒരു ഹാപ്ലോയിഡ് സെല്ല് മാത്രം നമ്മുടെ ഫങ്ഷണൽ മെഗാസ്പോറായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ബാക്കി 3 പേരും ഡീജനറേറ്റ് ചെയ്യും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഓവ്യൂളിൻ്റെ ഉള്ളിലാണല്ലേ ഇവരിയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഓവ്യൂളിൻ്റെ ഉള്ളിൽ യെസ് 4 പേരിങ്ങനെ ഇരിക്കില്ലേ? 1 2 3 4. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ വൺ ദാറ്റ് ഈസ് ഫാർത്തസ്റ്റ്, ഇപ്പോൾ നമ്മൾക്ക് ഇവർ നമ്പർ ഇടുകയാണെങ്കിൽ 1 2 3 4 എന്ന് ഇടുകയാണെങ്കിൽ 4ാമത്തെ ആളാണല്ലേ ദ വൺ ഫാർത്തസ്റ്റ് ഫ്രം ദ മൈക്രോപൈലർ എൻഡ് ആണ് നമ്മുടെ ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് ഇരിക്കുക. ബാക്കി 3 പേരും ഡീജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇസൻറ്റ് ഇറ്റ്? അതെന്തുകൊണ്ടാണ്
എന്തുകൊണ്ടാണ് മക്കൾക്ക് മനസ്സിലായോ? വൈ ഈസ് ദാറ്റ് ദ വൺ ഫാർതെസ്റ്റ് ഫ്രം ദിസ് തിങ് എംബ്രിയോ സാക്കായി മാറുന്നത് എന്തുകൊണ്ടാണ്? യെസ്, ബിക്കോസ് അത്രയും സ്ഥലത്ത് അവർക്ക് എക്സ്പാൻഡ് ചെയ്ത് വലിയ സ്ട്രക്ചർ ഫോം ചെയ്യേണ്ടേ. 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് അല്ലേ ആൻജിയോസ്പോംസിലെ എംബ്രിയോ സാക്ക്, ഇസന്റ് ഇറ്റ്? യെസ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഫങ്ഷണൽ മേഗസ്പോർ കിട്ടി. ഈ ഫങ്ഷണൽ മേഗസ്പോർ ഇനി മൈറ്റോസിസ് നടത്തുകയാണ്. ആദ്യം നടത്താൻ പോകുന്നത് മൈറ്റോസിസ് 1. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ നടക്കാൻ പോകുന്നത് കാരിയോ കൈനേസിസ് മാത്രമാണ്, ന്യൂക്ലിയർ ഡിവിഷൻസ് മാത്രമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ നടക്കുന്നില്ല. അപ്പോൾ ഫങ്ഷണൽ മേഗസ്പോറിൽ നമുക്ക് ആദ്യത്തെ മൈറ്റോസിസ് കഴിയുമ്പം 2 ന്യൂക്ലിയസ് കിട്ടും. കറക്റ്റ്. പിന്നെ മൈറ്റോസിസ് 2 നടക്കും അല്ലേ, മൈറ്റോസിസ് 2. അപ്പം നമുക്ക് 4 പേരെ കിട്ടും. മൈറ്റോസിസ് 3 കഴിയുമ്പോഴോ, മൈറ്റോസിസ് 3 കഴിയുമ്പോൾ നമുക്ക് 8 ന്യൂക്ലിയസിനെ കിട്ടും. 1 2 3 4 5 6 7 8. ഓക്കെ, ഇനി ഇവരെന്ത് ചെയ്യും? ഇനി ഇവരുടെ ഇടയ്ക്കൊരു ഡിവിഷൻ നടക്കും. അതായത് ഇനി ഇവർ സെൽ വാളും ഇതൊക്കെ ഫോം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കറക്റ്റ്. ഇവർ 3 പേരും ഒരു ഗ്രൂപ്പാകും, ഇവർ 3 പേരും ഒരു ഗ്രൂപ്പാകും. ഈ 2 പേര് സെൻറ്ററിലേക്കും വരും. ഇസന്റ് ഇറ്റ്? അങ്ങനെയാണ് നമ്മുടെ സെൽസിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി ഇവിടെ എന്ത് നടക്കും? കാരിയോ കൈനേസിസ് കഴിഞ്ഞു. അപ്പോൾ ഇനി സൈറ്റോ കൈനേസിസ് നടക്കും. അതായത് ഓരോ ന്യൂക്ലിയസിൻ്റെ ചുറ്റിനും വാളൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇസന്റ് ഇറ്റ്? അപ്പോൾ നമ്മുടെ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ വരുന്നു. ഇവിടെ നോക്കുമ്പം 1 2 3 1 2 3 3 പേര് ഇവിടെയും 3 പേര് ഇവിടെയും. കറക്റ്റ്. യെസ്. ഇവിടെ ഓരോരുത്തരുടെ ചുറ്റിനും വാൾ ഉണ്ടാകും. പിന്നെ ഇതാ ഇവിടെ ഒരു കോമൺ വാൾ ഫോം ചെയ്യും. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ നടുക്കിലത്തെ ന്യൂക്ലിയസ് ഇരിക്കുക. അപ്പം നമുക്ക് നോക്കുമ്പം ഇവിടെയുള്ള ഈ 3 സെൽസിനെ നമ്മൾ എന്ത് പറയും? ആൻറ്റിപോഡൽ സെൽസ് എന്ന് പറയും. ആൻറ്റിപോഡൽ സെൽസ് എന്ന് പറയും. നടുക്കുള്ള 2 സെൽസിനെ നമ്മൾ പോളാർ ന്യൂക്ലിയായി എന്ന് പറയും. ആൻഡ് ഇവരെ നമ്മൾ എഗ് അപ്പാരറ്റസ് എന്ന് പറയും. എഗ് അപ്പാരറ്റസിലുള്ളത് 2 സിനർജിഡ്സും ഒരു എഗ് സെല്ലുമാണ്. എഗ് സെല്ലാണ് നമ്മുടെ ഫീമെയിൽ ഗ്യാമറ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എംബ്രിയോ സാക്ക്, ഇതാണ് നമ്മുടെ 8 ന്യൂക്ലിയേറ്റഡ്, 8 ന്യൂക്ലിയസസ് അല്ലേ. അപ്പം 8 ന്യൂക്ലിയസസ് 1 2 3 4 5 6 7 8 ആൻഡ് 7 സെൽസ് അല്ലേ. 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് എംബ്രിയോ സാക്ക് നമുക്ക് കിട്ടും. ഈ ടൈപ്പ് എംബ്രിയോ സാക്കിന് നമ്മൾ പറയുന്ന പേരാണ് പോളിഗോണം ടൈപ്പ് എംബ്രിയോ സാക്ക്. ഒരൊറ്റ വാളിൻ്റെ ഉള്ളിൽ നമുക്ക് മെനി സെൽസും ന്യൂക്ലിയസും കാണാൻ പറ്റുന്നില്ലേ, അതിനെയാണ് നമ്മൾ പോളിഗോണം ടൈപ്പ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റിനെ, അതായത് ഒരൊറ്റ ഫങ്ഷണൽ മെഗാസ്പോർ എന്നല്ലേ നമുക്ക് 8 ന്യൂക്ലിയസും 7 സെല്ലും ഒക്കെ കിട്ടിയത്. ഈ ഡെവലപ്മെൻറ്റിനെ നമ്മൾ എന്ത് പറയും? മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്. ഓക്കെ, മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്, അതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതൊക്കെ മക്കളൊന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ മാം കാണിച്ചു തന്നല്ലോ. ആൻറ്റിപോഡൽ സെൽസ് ഉണ്ട്, പോളാർ ന്യൂക്ലിയ ഉണ്ട്. ഇവരുടെയൊക്കെ പ്ലോയിഡ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹാപ്ലോയിഡ് ആണ്. പോളാർ ന്യൂക്ലിയായി ജസ്റ്റ് N+N ആയിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ഫെർട്ടിലൈസേഷൻ്റെ തൊട്ട് മുമ്പാണ് അവർ ഫ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അവരെന്താകും? സെക്കൻഡറി ന്യൂക്ലിയസ് ആകും. ഇസിൻറ്റ് ഇറ്റ്? polar nuclei fuses just before fertilization അല്ലേ. എന്നിട്ട് അവരെന്തായി മാറും? ആൻഡ് ഫോംസ് സെക്കൻഡറി ന്യൂക്ലിയസ് ഡിപ്ലോയിഡ് ആണ്. കാരണം നമുക്കറിയാം ആൻജിയോസ്പോംസിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കണ്ടേ. ആദ്യത്തെ 2 മെയിൽ ഗ്യാമേറ്റ് വരുമല്ലോ. ആദ്യത്തെ മെയിൽ ഗ്യാമേറ്റ് ഫീമെയിൽ ഗ്യാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യും. രണ്ടാമത്തെ മെയിൽ ഗ്യാമേറ്റ് ആണ് പോയിട്ട് ഈ സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് എൻഡോസ്പെർം, ട്രിപ്ലോയിഡ് ആയിട്ടുള്ള എൻഡോസ്പെർം കിട്ടുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. യെസ്. അപ്പോൾ ഇതിൻ്റെ 3ാമത്തെ ഭാഗത്താണ് നമുക്ക് എന്താണ് പറ്റുന്നത്? സിനർജിഡ്സ് കാണാൻ പറ്റുന്നത്. സിനർജിഡ്സിനും എഗ്ഗിനും ടുഗെദർ നമ്മൾ പറയുന്ന പേരെന്താണ്? എഗ് അപ്പാരറ്റസ് എന്ന് പറയും അല്ലേ. എഗ് അപ്പാരറ്റസ് എന്ന് പറയും. എഗ് ഹാപ്ലോയിഡ് ആണ്. 2 സിനർജിഡ്സ് ഉണ്ട്. സിനർജിൻ്റെ മുകളിൽ കൂടി നമുക്ക് കാണാം ദാ ഇങ്ങനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഇരിക്കുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ഫൈലിഫോം അപ്പാരറ്റസ്. അവരുടെ ഫംഗ്ഷൻ എന്താണ്? ഈ പോളൻ ട്യൂബ് ഇങ്ങനെ വന്നു കഴിയുമ്പം പോളൻ ട്യൂബ് മെയിൽ ഗ്യാമേറ്റിനെയും കൊണ്ട് വരില്ലേ. അപ്പോൾ അതിനെ ഉന്തിത്തള്ളി ഉള്ളിലേക്ക് വിടണ്ടേ. അതിൻ്റെ ആ ഫംഗ്ഷൻ ചെയ്യുന്നത് ഫൈലിഫോം അപ്പാരറ്റസ് ആണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ടു ഗൈഡ് ദ പോളൻ ട്യൂബ്, isn't it? To one of the synergids, isn't it? One of the synergidലേക്ക് കയറുള്ളൂ കേട്ടോ.
ടു ഗൈഡ് ദ പോളൻ ട്യൂബ് ടു വൺ ഓഫ് ദ സിനർജിഡ്സ്. അതാണ് നമ്മുടെ ഫൈലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ. സോ ഐ ഹോപ്പ് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. ഓക്കെ, ഇനി ഇതിൻ്റെ പാർട്ട് 2 ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ബാക്കി കോൺസെപ്റ്റുകളും കൂടി അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുവരെ നല്ലപോലെ റിവൈസ് ചെയ്യുക, നല്ലപോലെ പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.